ഞാൻ നിങ്ങളുടെ നേരത്തെ ഇന്റർവ്യൂ റെഫറൻസ് ഒക്കെ എടുത്തപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത് കണ്ടത് കുറച്ചൊരു മാറ്റമുണ്ട് ഈ ഇന്റർവ്യൂല്. മറന്നിക്ക് പുറത്ത് വന്നു. അതെ അതെ. രണ്ടുപേരിൽ ആരാണ് ഒരു പെർഫെക്ഷനിസ്റ്റ്? അതെ അതെ. ഇപ്പോഴും ബാങ്ക് ഓഫ് ബറോഡയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്കിതൊരു ലോണും തന്നിട്ടില്ല. ആക്ടിങ് ഇഷ്ടമാണോ? ആണോ? ശരിക്കും ചേട്ടൻ പാടുവോ? ഞാൻ ചോദിക്കാതിരിക്കാൻ ആദ്യമേ കയറി പറഞ്ഞു പബ്ലിക് ആയിട്ട് പാടത്തില്ല. നിങ്ങളുടെ കോളേജ് ലൈഫ് ശരിക്കും എങ്ങനെയായിരുന്നു? ഇങ്ങനെ തന്നെ. ഞാൻ ചോദിക്കുന്നത് തെറ്റാണോ എന്ന് എനിക്ക് അറിയാത്തോണ്ട് ഞാൻ കുറച്ചു നേരമായിട്ട് ചോദിക്കാൻ മടിച്ചതാണ്. ഈ റിങ് ഷേപ്പിലാണല്ലോ ആ പുക വരുന്നത്, അതെങ്ങനെ എല്ലാരും ചെയ്യുന്ന ഒരു കാര്യമല്ല. ഓക്കെ, എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് സിഗരറ്റും ഇല്ലെങ്കിൽ ആ ഒരു സീൻസ് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫസ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ നമുക്കൊക്കെ ഓക്കെ ആയിരുന്നോ? ഓക്കെ, കാരണം ഫസ്റ്റ് ഇങ്ങനെ സിഗരറ്റിന്റെ പരിപാടി ഇങ്ങനെ ഉണ്ട് എന്നുള്ള രീതിയിലല്ല പറഞ്ഞിരുന്നത്. നമ്മൾ സ്ക്രീൻ പ്ലേ ആയിട്ടാണ് അദ്ദേഹത്തോട് കഥ പറഞ്ഞത്. അപ്പം തന്നെ എവിടെയൊക്കെ സിഗരറ്റ് വരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പുകച്ചൊരളുകൾ നമുക്ക് എന്തായാലും മസ്റ്റ് ആണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത് ഒരു പ്രത്യേക ഒരു സീനിലേക്ക് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മമ്മൂക്കയെ മറ്റൊരു ഷെയ്ഡിൽ കണ്ടു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് വിനായകൻ ചേട്ടനെയും. അത് എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങളായിരിക്കും ചോദിച്ചു. ഓരോ സീനിന് മുമ്പും വന്നിട്ട് ഇരുന്ന് അതിന്റെ ഒരു കൊറിയോഗ്രാഫി പരിപാടി എന്താണെന്നുള്ളതിനെ പറ്റി ഒരു ഡിസ്കഷൻ കൃത്യമായിട്ട് അദ്ദേഹം നടത്തുമായിരുന്നു. അതിനകത്തൊരു പ്രശ്നം എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ പടത്തിന് അതിൻ്റെതായ ഒരു പേസ് ഉണ്ട്, അതിന്റെ ഒരു ജോണർ ഉണ്ട്, ഇതുണ്ട്. പിന്നെ നമുക്ക് തന്നെ ബോധ്യം ഉണ്ടായിരുന്ന ഒരു സംഗതിയാണ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു സിനിമ ആവാൻ സാധ്യതയില്ല. ചില വ്യക്തികളെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഈ സിനിമ ജനിക്കത്ത് പോലും ഇല്ല.